ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहे तेजस्विनावतीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्तो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ॐ श्रीगुरुभ्यो नमः। हरिः ॐ. എല്ലാ സാധകർക്കും പ്രണാമം. ഹരി ഓം. ഓം നമോ നാരായണായ. അധ ശുക്ലയജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഥമകാന്ഡം മധുകാന്ഡം നമ്മൾ കണ്ടു. ശ്രവണമായിരുന്നു മധുകാന്ഡത്തിൽ മുഖ്യ സാധനയായി യാജ്ഞവൽക്യ മഹർഷി നമ്മൾക്ക് പറഞ്ഞു തന്നത്. ശ്രവണത്തിന് അനുയോജ്യമാകുന്ന രീതിയിൽ സാധകനെ വാർത്തെടുക്കുവാനായിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി ഉപാസനകൾ പറഞ്ഞു തന്നു. ശ്രവണം കൊണ്ട് മാത്രം മോക്ഷം സാധ്യമല്ല. എന്തൊക്കെയാണോ ശ്രവിച്ചത് അത് തൻ്റെ അനുഭവമാക്കി മാറ്റണമെങ്കിൽ വിദ്യാർത്ഥിക്ക് അധികാരം വേണം. അതിനായിട്ടാണ് ഉപാസനകൾ നമുക്ക് നിർദ്ദേശിച്ചത്. അതിനുശേഷം ഉപാസനയിലൂടെ അധികാരത്തിലേക്ക് ഉയരുന്ന സാധകൻ എന്താണ് ഗുരുമുഖാത് ശ്രവണം ചെയ്തത് അത് നിരന്തരം ചിന്തിച്ച് ചിന്തിച്ച് മനനം ചെയ്ത് ഉറപ്പിക്കുക വേണം. എങ്കിൽ മാത്രമേ മോക്ഷമെന്നത് സിദ്ധമാകൂ, അനുഭവമാകൂ എന്ന് മധുകാണ്ഡത്തിലൂടെ 12 ബ്രാഹ്മണങ്ങളിലൂടെ 2 അധ്യായങ്ങളിലായി യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തന്നു. അതിനുശേഷം ഇനി നമ്മൾ ദ്വിതീയ കാണ്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുക. യാജ്ഞവൽക്യ മഹർഷിയോട് കൃതാർത്ഥതയോടുകൂടി ബ്രഹ്മവിദ്യ എനിക്ക് അനുഭവമാകണേ. എന്താണോ യാജ്ഞവൽക്യ മഹർഷിയായ ഗുരുനാഥൻ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം നമ്മൾക്കിവിടെ ആഖ്യായിക രൂപത്തിൽ പറഞ്ഞു തരുന്നത്, അത് എനിക്ക് വേണ്ടിയാണ്. എനിക്കത് മനസ്സിലാക്കുവാനുള്ള അധികാരം അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ലഭ്യമാകണേ. ഗുരുപരമ്പരയുടെ അനുഗ്രഹം കൊണ്ട് ശ്രദ്ധയോടെ മനസ്സ് ബൃഹദാരണ്യത്തിൽ ഉപസ്ഥിതമായിക്കൊണ്ട് ശ്രവണം ചെയ്യുവാൻ സാധ്യമാകണേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ.
അത ശുക്ല യജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയകാന്ഡം മുനികാന്ഡം. മുനികാന്ഡം 2 അധ്യായങ്ങളിലായിട്ടാണ്, 3ഉം 4ഉം അധ്യായങ്ങൾ. മുനികാന്ഡം 3ാമത്തെ അധ്യായത്തിൻ്റെ പേരാണ് ജൽപ്പരൂപ ഉപപത്തി പ്രകരണം. 4ാമത്തെ അധ്യായത്തിൻ്റെ പേര് വാദരൂപ ഉപപത്തി പ്രകരണം. നമുക്ക് 4ാമത്തെ അധ്യായത്തിലെത്തുമ്പോൾ എന്താണ് വാദം എന്നൊക്കെ അവിടെ എത്തുമ്പം പഠിക്കാം. ജസ്റ്റ് പേര് മാത്രം ഒന്ന് കേട്ടിരുന്നാൽ മതി, എഴുതുകയും വേണ്ട. അധ്യായം 4 എഴുതുമ്പോൾ നമുക്ക് എഴുതാം. ഇത് 3ാമത്തെ അധ്യായം ജൽപ്പരൂപ ഉപപത്തി പ്രകരണം. 9 ബ്രാഹ്മണങ്ങളിലായിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി ജൽപ്പം എന്തെന്ന് പഠിപ്പിച്ചു തരികയാണ് ആഖ്യായികയിലൂടെ ചെയ്യുന്നത്. ജൽപ്പം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു. ജൽപ്പം എന്നാൽ എന്താണോ നമ്മുടെ മതം, നമ്മൾ ഉറച്ചു നിൽക്കുന്ന ശാസ്ത്രശാഖ ഏതാണോ ആ ശാസ്ത്രശാഖയിൽ ഉറച്ചു നിന്നുകൊണ്ട് മറ്റ് ശാഖകളെ ഖണ്ഡനം ചെയ്യലാണ് ജൽപ്പം. നമ്മൾ പ്രതിപാദിക്കുന്ന ശാഖ എന്തെന്ന് വെച്ചാൽ അദ്വൈത ശാഖയാണ്. മറ്റു ശാഖകളെ നമ്മൾ അദ്വൈതത്തിലൂടെ മറ്റു ശാഖകളുടെ ന്യൂനതകളെ പറഞ്ഞുകൊണ്ട് അത് സത്യമല്ല, അത് താൽക്കാലികമാണ് എന്ന് നമ്മൾ ഖണ്ഡനം ചെയ്യുക എന്ന് വെച്ചാൽ നിരാകരണം ചെയ്യുക, നെഗേറ്റ് ചെയ്യുകയാണ്. അതിലൂടെ ഒരു സാധകന് ജീവൻ മുക്തി എന്നത് സാധ്യമല്ല. മറ്റു മുക്തികൾ സാധ്യമാകുമായിരിക്കും അല്ലേ? നമ്മൾ മുക്തികോപനിഷത്തിലൊക്കെ പഠിച്ച സാരൂപ്യ, സാലോക്യ, സാമീപ്യ ഇത്യാദി മുക്തികളൊക്കെ സാധ്യമായിരിക്കും. പക്ഷേ ഇനിയൊരു പുനർജന്മമില്ലാത്ത ജീവൻ മുക്തി ആർക്കാണോ വേണ്ടത്, ആത്മസാക്ഷാത്കാരം ആർക്കാണോ വേണ്ടത്, അവർ ഏത് ശാഖയെ ആലംബനമാക്കണം? അദ്വൈത ശാഖയെ. ആ അദ്വൈത ശാഖയെ ഇവിടെ യാജ്ഞവൽക്യ മഹർഷി പ്രതിനിധീകരിച്ചുകൊണ്ട് മറ്റെല്ലാ ശാഖകളെയും നിരാകരണം ചെയ്യുകയാണ് ജൽപ്പരൂപ ഉപപത്തി പ്രകരണത്തിൽ. ഈ വാക്കുകൾ ചിലപ്പോൾ നമ്മൾക്ക് പുതുമയുള്ളതായിരിക്കാം, പക്ഷെ ഇനി നമ്മൾ കഥയിലേക്ക് പോകുന്നതുകൊണ്ട് ഇത് വളരെ എളുപ്പമാണ്. ഇന്നലെ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു വാക്ക് തെറ്റിപ്പോയി, ദയവായി ഏവരും ക്ഷമിക്കുക. അറിഞ്ഞുകൊണ്ടല്ല, അറിയാണ്ട് പറ്റിയ തെറ്റാണ്, ക്ഷമിക്കുക. ഞാൻ പറയാം. നമ്മൾ 9 ബ്രാഹ്മണങ്ങളുടെ പേരെഴുതിയതിൽ 4ാമത്തെ ബ്രാഹ്മണം ഉഷസ്തയാണ്, ഷായാണ് കേട്ടോ. ഉഷാന്ന് എഴുതില്ലേ, ഉപസ്ഥ എന്നാണ് ഞാൻ പറഞ്ഞത്, അറിയാണ്ട് പറ്റിയതാണ്. എന്തോ എഴുതിയപ്പം മാറിപ്പോയതാണ്. പിന്നീട് നോക്കിയപ്പോഴാണ് ഭഗവാനെ അത് തെറ്റിയല്ലോ എന്ന് മനസ്സിലായ. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരോടും കൂടെ പറയാമെന്ന്. അത് തിരുത്തുക. ഒന്നുകൂടെ പറയാം. 1ാമത്തെ ബ്രാഹ്മണം ആശ്വല ബ്രാഹ്മണം, 2ാമത്തെ ബ്രാഹ്മണം ആർത്തഭാഗ ബ്രാഹ്മണം, 3ാമത്തെ ബ്രാഹ്മണത്തിൻ്റെ പേര് ഭുജ്യ ബ്രാഹ്മണം, 4 ഉഷസ്ത ബ്രാഹ്മണം. പാ മാറ്റി ഷായാക്കുക, ഉപസ്ഥ മാറ്റി ഉഷസ്തയാക്കുക. 5 കഹോല ബ്രാഹ്മണം, 6 ഗാർഗി ബ്രാഹ്മണം, ഓതപ്രോത ബ്രാഹ്മണം, 7 അന്തർയാമി ബ്രാഹ്മണം, 8 അക്ഷര ബ്രാഹ്മണം, 9 ഹിരണ്യഗർഭ ബ്രാഹ്മണം. അങ്ങനെ 9 ബ്രാഹ്മണങ്ങളിലായിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി നമുക്ക് അദ്വൈതം മാത്രമേ പാരമാർത്ഥികമായിട്ടുള്ളൂ. അതായത് അദ്വൈതം എന്ന് വെച്ചാൽ എന്താ? ഈശ്വരൻ ഒരാളിൽ നിന്നും, ഒരു പരമാണുവിൽ നിന്ന് പോലും ഈശ്വരൻ അന്യമല്ല എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ആഖ്യായിക നമ്മൾ തുടക്കം കണ്ടിരുന്നു. നീ പുസ്തകമൊക്കെ അടച്ചു വെച്ചോളൂ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഴുതാനുണ്ട്, നിങ്ങൾ എഴുതിക്കോളൂ. ഫസ്റ്റ് ബ്രാഹ്മണത്തിൻ്റെ ഉപോദ്ഘാതം എഴുതുക. പ്രഥമ ബ്രാഹ്മണം എന്ന് എഴുതുക. പ്രഥമ ബ്രാഹ്മണം എന്താണ്? ആശ്വല ബ്രാഹ്മണം. ആശ്വല ബ്രാഹ്മണം എന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ ഉപോദ്ഘാതം എന്ന് എഴുതുക. ഉപോദ്ഘാതം എന്ന് വെച്ചാൽ ആമുഖം അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ എന്താ സംസ്കൃതത്തിൽ പറയുന്നത്? ഉപോദ്ഘാതം. 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 ഉപോദ്ഘാതം എന്ന് വെച്ചാൽ ആമുഖം. ഉപോദ്ഘാത ഭാഷ്യം. ഭാഷ്യമാണ് കേട്ടോ. ഉപോദ്ഘാത ഭാഷ്യം എന്ന് വെച്ചാൽ ആശ്വല ബ്രാഹ്മണം തുടങ്ങുന്നതിന് മുമ്പ് ഭഗവാൻ ശങ്കരാചാര്യസ്വാമികൾ
നമ്മളോട് പറയുകയാണ് എന്തിനു വേണ്ടിയാണ് യാജ്ഞവൽക്യ മഹർഷി ഈ ആഖ്യായിക എന്ന് വെച്ചാൽ കഥ, കഥാരൂപത്തിൽ നമ്മൾക്ക് ഈ ബ്രാഹ്മണങ്ങൾ മുഴുവൻ 9 ബ്രാഹ്മണങ്ങളിലായി ഈ അധ്യായം 3 മുഴുവൻ, 4-ാമത്തെ അധ്യായവും ആഖ്യായിക തന്നെയാണ്, പക്ഷെ നമ്മളിപ്പം 3 മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അത് എഴുതുക. എന്തിനു വേണ്ടിയാണ് 9 ബ്രാഹ്മണങ്ങളിലൂടെ ഈ കഥകൾ പറഞ്ഞു തരുന്നത്? അതിനുള്ള കാരണങ്ങൾ നമുക്ക് ആദ്യം പഠിക്കാം. ഉപോദ്ഘാതം എഴുതിയല്ലോ, അതിന് തൊട്ട് താഴെ പോയിന്റ് നമ്പർ 1 എഴുതുക. നമ്പർ 1 ഇട്ടിട്ട് എഴുതുക. ആഖ്യായിക പ്രാധാന്യം. ആഖ്യായിക പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റോറി. എന്തിനു വേണ്ടിയാണ് ഈ കഥ പറയുന്നത്, അതിൻ്റെ പ്രാധാന്യം എന്താ, അതാണ് 1-ാമത്തെ പോയിന്റ്. എന്തിനാണ് ആഖ്യായിക? ആഖ്യായിക പ്രാധാന്യം, അതിന് നമ്പർ 1 ഇട്ടട്ടെ. ഇനി അതിൻ്റെ പോയിന്റ് എഴുതിക്കോളൂ. എന്തിനു വേണ്ടിയാണ് കഥ? അതിൽ 1-ാമത്തെ കാരണം, ആഖ്യായിക എന്തിനു വേണ്ടിയാണ്, അതിൻ്റെ കാരണം. റീസൺ നമ്പർ 1, വിദ്യാസ്തുത്യർത്ഥം. വിദ്യാസ്തുത്യർത്ഥം. വിദ്യ എന്ന് വെച്ചാൽ ബ്രഹ്മവിദ്യ, അല്ലാണ്ട് മറ്റൊരു വിദ്യയും നമുക്ക് അറിയേണ്ട കാര്യമില്ല. അപ്പം ഇവിടെ വിദ്യ എന്ന് പറയുന്നുണ്ട് ബ്രഹ്മവിദ്യ. വിദ്യാസ്തുത്യർത്ഥം, വിദ്യയെ സ്തുതിക്കുവാനായിക്കൊണ്ട്. ഇവിടെ കഥ പറയുന്നതിൻ്റെ 1-ാമത്തെ കാരണം, യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ് ഞാൻ കഥ തുടങ്ങാൻ പോവുകയാണ്. അപ്പം ആചാര്യസ്വാമികളോട് നമ്മളോട് പറയുകയാണ് എന്തിനു വേണ്ടിയാണ് ഈ മഹാത്മാവ് അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതത്തിലെ കഥ നമ്മളോട് പറയുന്നത്. ബ്രഹ്മവിദ്യയെ സ്തുതിക്കുവാനായിക്കൊണ്ട്. കാരണം സ്തുതിക്കുമ്പോഴേ നമ്മൾക്ക് അതിനോടുള്ള മഹത്വബുദ്ധി കൂടുകയുള്ളൂ, അല്ലേ? എന്തിനാണ് നമ്മൾ ബഹുമാനപ്പെട്ട എന്നൊക്കെ ഉപയോഗിക്കുന്നത്? ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, അല്ലേ? ആദരണീയനായ പ്രധാനമന്ത്രി, ഇതൊക്കെ സ്തുതിയാണല്ലേ, അല്ലേ? ആദരണീയനായ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട, അല്ലേ, വേദിയിലിരിക്കുന്നവരെ, ഇത്യാദി ഇത്യാദി സ്തുതികൾ നമ്മൾ കേട്ടിട്ടില്ലേ? എന്തിനാണ്? ആ സ്തുതികളിലൂടെ നമുക്ക് എന്താണ്, ആരെയാണോ സ്തുതിക്കുന്നത്. ഇപ്പം ഞാൻ പറയുകയാണ് ആദരണീയനായ പ്രധാനമന്ത്രി വരുന്നു, അല്ലേ, അദ്ദേഹത്തിന് എൻ്റെ പൂച്ചെണ്ടുകൾ, ഇതൊക്കെ സ്തുതിയാണല്ലേ? അല്ലെ, ഗുരുനാഥൻ, ആദരണീയ ഗുരുനാഥന് എൻ്റെ സാഷ്ടാംഗ പ്രണാമം, ഇങ്ങനെയൊക്കെ നമ്മൾ സ്തുതിക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ്? ആ സ്തുതിയിലൂടെ പറയുന്ന എനിക്കും സ്തുതിക്കുന്നയാളെ മഹത്വമുണ്ടാകണം, കേൾക്കുന്നവർക്കും. ഇപ്പം ഞാൻ ഗുരുനാഥനെ സ്തുതിക്കുകയാണ്, അപ്പോൾ എന്താണ്, അത് കേൾക്കാൻ കുറച്ച് പേരുണ്ടാവുമല്ലോ, അല്ലേ? അപ്പോൾ കേൾക്കുന്നവർക്കും എന്താണ്, ആരെയാണോ സ്തുതിക്കുന്നത് അവർക്ക് മഹത്വം കൊടുക്കണം നമ്മൾ. അപ്പോൾ ഇവിടെ കഥയ്ക്കല്ല പ്രാധാന്യം, അല്ലേ? എന്താണ്? കഥയിലൂടെ പറഞ്ഞു തരുന്ന ബ്രഹ്മവിദ്യയ്ക്കാണ് പ്രാധാന്യം. അപ്പം അതിനെ സ്തുതിക്കുകയാണ്. അപ്പോൾ സ്തുതിക്കുന്നതിലൂടെ കേൾവിക്കാരായ ശ്രോതാക്കളായ നമ്മൾക്ക് ബ്രഹ്മവിദ്യയോട് മഹത്വം ഉണ്ടാകണം. അതിനു വേണ്ടിയാണ് ഇവിടെ അത് ഏതും ആയിക്കോട്ടെ, ഭാഗവതം എടുത്തോളൂ, മറ്റു പുരാണ ഇതിഹാസങ്ങളൊക്കെ എടുത്തോളൂ, നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ആഖ്യായിക കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലേ, അതേത് പുരാണ ഇതിഹാസങ്ങളായ ആഖ്യായിക കഥകളായിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ച് നമ്മൾ എങ്ങനെയാണത് കേൾക്കേണ്ടത്? അത് ബ്രഹ്മവിദ്യയാണ് ഈ കഥകളിലൂടെ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എനിക്ക് അതിനോട് ഒരു മഹത്വം കൊടുക്കണം. അതിനു വേണ്ടിയാണ് സ്തുതിക്കുന്നത്. ഓക്കെ, അതാണ് 1-ാമത്തെ കാരണം. ഇനി 2-ാമത്തെ കാരണം, റീസൺ നമ്പർ 2 എന്താണ്? ദാന മഹിമാ വർണ്ണന. ദാനമില്ലേ, നമ്മൾ ദാനം ചെയ്യില്ലേ, അതാണ് ദാനം എന്ന വാക്കിന് സാധാരണ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന അതേ അർത്ഥം, ദാനം. മഹിമാ വർണ്ണന,
വർണ്ണന. ദാന മഹിമാ വർണ്ണന. ദാന മഹിമാ വർണ്ണന. ഇവിടെ കഥയിലേക്ക് പോകുമ്പോൾ നമുക്കിത് മനസ്സിലാകും. ജനക മഹാരാജാവ് ഒരുപാട് ദാനം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് വിദ്വത്സഭ നടത്തുക. അതിൽ വരുന്ന മഹാത്മാക്കൾക്ക് എല്ലാവർക്കും, അവിടെ ജയിക്കുന്നയാളെന്നില്ല തോൽവിക്കുന്നയാളെന്നില്ല, ആർക്കൊക്കെ പാണ്ഡിത്യമുണ്ടോ അവരൊക്കെയാണ് ഈ സഭയിൽ വരുന്നത്. ആർക്കും ജനക മഹാരാജാവ് വാരിക്കോരി ദാനം ചെയ്യും. നമുക്കത് കാണാം ഇനി. അപ്പം അതിൻ്റെ മഹിമ, ദാനം ചെയ്യുന്നതിൻ്റെ മഹിമ, അതായത് നമ്മൾ ഒരിക്കലും ശാസ്ത്രം വെറുതെ കേൾക്കരുത്. അത് നമ്മളൊരു സത്സംഗത്തിന് പോയി ആയിക്കോട്ടെ, ഒരു പാരായണം കേട്ടോട്ടെ, നമ്മൾ ആദ്യമായിട്ട് നമുക്കറിവില്ലാത്ത ഒരു കാര്യം നമ്മൾ അറിയാനായിട്ടാണല്ലോ ഇതിനൊക്കെ പോകുന്നത്. അപ്പോൾ അത് വെറുതെ കേൾക്കരുത്. അത് എന്തെങ്കിലും ഒരു റുപ്യെങ്കിലും നമ്മൾ ദാനം കൊടുത്ത് വേണം അത് കേൾക്കാൻ. അതാണ് പറയുന്നത്. എന്താണ്? ദാന മഹിമാ വർണ്ണന. ദാനത്തിനെ കുറിച്ച് നമ്മൾ പലയിടത്തും പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ദാനം കൊടുക്കുന്നതെന്നൊക്കെ തൈത്തിരീയ ഉപനിഷത്തിലൊക്കെ നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ അവസാന ഭാഗത്ത് ശിഷ്യാനുശാസനത്തിലൊക്കെ പഠിച്ചതാണ്. ശ്രദ്ധയാധേയം അശ്രദ്ധയാ അധേയം ക്രിയാധേയം ഭിയാധേയം സംവിധാധേയം അദയതിദേ വൃത്തവിചികിത്സാവ ഇത്യാദികൾ നമ്മൾ പഠിച്ചതാണ്. ശ്രദ്ധയോടെ ദാനം ചെയ്യണം. എനിക്ക് വേണ്ടാത്തതിനെ അല്ല ദാനം ചെയ്യേണ്ടത്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ ശ്രദ്ധയോടുകൂടി കൊടുക്കുക വേണം. പിന്നെ ആർക്കാണോ ഞാൻ ദാനം കൊടുക്കുന്നത് അവരെ ഉയർന്ന തലത്തിൽ നിർത്തിക്കൊണ്ട്, മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടോ അവരെ ഉയർന്ന തലത്തിൽ നിർത്തിക്കൊണ്ട് ഞാൻ വിനയത്തോടു കൂടി വേണം ദാനം ചെയ്യേണ്ടത്. ഇത്യാദി കാര്യങ്ങൾ നമ്മൾ തൈത്തിരീയ ഉപനിഷത്തിൽ പഠിച്ചതാണ്. ജസ്റ്റ് ഓർമ്മിപ്പിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇത്യാദികൾ ഇവിടെ പറയുകയാണ്. ദാന മഹിമാ വർണ്ണന. എന്നിട്ട് വർണ്ണന എന്ന് എഴുതിയില്ലേ, എന്നിട്ട് അവിടെ ഒരു ഹൈഫൻ ഇട്ടിട്ട് ആരോ മാർക്ക് ഇട്ടിട്ട് എഴുതിക്കോളൂ. ജ്ഞാനപ്രാപ്ത്യർത്ഥം ദാനം. ജ്ഞാനപ്രാപ്ത്യർത്ഥം ദാനം. ജ്ഞാനപ്രാപ്ത്യർത്ഥം, പ്രാപ്തി അർത്ഥം ഒരുമിച്ച് എഴുതുമ്പോൾ പ്രാപ്ത്യർത്ഥം ദാനം. അതിൻ്റെ മലയാളം വേണ്ടവർ എഴുതിക്കോളൂ. നാം ആരിൽ നിന്നെങ്കിലും ജ്ഞാനത്തിൻ്റെ അവിടെ എഴുതിക്കോളൂ പരാവിദ്യ അല്ലെങ്കിൽ അപരാവിദ്യ. അതായത് ഏതറിവും, ജ്ഞാനം എന്ന വാക്കിനിവിടെ ഏതറിവും, അത് ബ്രഹ്മവിദ്യ തന്നെ ആകണമെന്നില്ല. ഏത് ജ്ഞാനവും, എനിക്കറിയാത്ത ഏത് ജ്ഞാനവും അല്ലേ, സംഗീതമായിക്കോട്ടെ, നൃത്തമായിക്കോട്ടെ, വാദ്യമായിക്കോട്ടെ, ഗണിതശാസ്ത്രം ആയിക്കോട്ടെ, ഭൗതിക ശാസ്ത്രം ആയിക്കോട്ടെ, ജീവശാസ്ത്രം ആയിക്കോട്ടെ, ഏതറിവും എനിക്കറിയില്ല, അതെനിക്കറിയണം. ആ അറിവെല്ലാം അതാണ് ജ്ഞാനം എന്ന വാക്കിൽ എന്തൊക്കെയാണ്? ഒന്ന് പരാവിദ്യ. പരാവിദ്യ എന്താണ്? മോക്ഷവിദ്യ. 2 അപരാവിദ്യ, ഭൗതിക വിദ്യ. അത് ആ അറിവ്. അപ്പം നാം ആരിൽ നിന്നും ജ്ഞാനത്തിൻ്റെ ബ്രാക്കറ്റിൽ പര ഓർ അപര, അത് എന്നിട്ട് എഴുതുക. നാം ആരിൽ നിന്നെങ്കിലും ജ്ഞാനം നേടുകയാണെങ്കിൽ എങ്ങനെ അതിനെ നേടണം? എന്തെങ്കിലും തിരിച്ച് ദാനമായി കൊടുത്തുകൊണ്ട്. നാം ആരിൽ നിന്നും, അത് വലിയ ആളോ ചെറിയ ആളെന്നോ പ്രായത്തിൽ മൂത്തെന്നോ ഇത്യാദികളൊന്നുമില്ല കേട്ടോ. എനിക്കറിയില്ലാത്തൊരു കാര്യം ഞാൻ ഒരാളിൽ നിന്നും പഠിക്കുകയാണ്. അത് തുന്നൽ പോലും ആയിക്കോട്ടെ. നമ്മൾ തുന്നാൻ പഠിക്കില്ലേ? എനിക്കറിയില്ല, തുന്നലറിയില്ല, ഒരു ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ എനിക്കെന്താണ്, തുന്നൽ പഠിക്കണം.
തുന്നലറിയാമല്ലോ അല്ലേ, അത് പഠിക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഒരു സ്ഥലത്ത് പോയി അല്ലേ, ഞാൻ തുന്നൽ പഠിക്കാൻ പോവുകയും അപ്പോൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഞാൻ ദാനം കൊടുത്തിട്ട് വേണം ഞാൻ അതിനെ നേടേണ്ടത്. അതാണ് എഴുതേണ്ടത്. എന്താണ്, നാം ആരിൽ നിന്നെങ്കിലും ജ്ഞാനം നേടുകയാണെങ്കിൽ എന്ത് ചെയ്യണം, എന്തെങ്കിലും നാം അവർക്ക് ദാനം നൽകുക വേണം. ഫുൾ സ്റ്റോപ്പ്. എന്നിട്ട് എഴുതുക, ഇല്ലെങ്കിൽ, ദാനം നൽകിയില്ല എങ്കിൽ എന്താണ് അവർക്ക്, ഇല്ലെങ്കിൽ അവർക്ക് ബ്രഹ്മഹത്യാ പാപമുണ്ടാകും. ഒരു മിഠായി എങ്കിൽ, ഇപ്പം എൻ്റെ അടുത്ത് അതേ ഉള്ളു എങ്കിൽ, എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല, ഞാൻ അത്ര സമ്പന്നനല്ല, എൻ്റെ അടുത്ത് അതൊന്നുമില്ല എങ്കിൽ എന്താണ് എൻ്റെ വീട്ടിൽ ഒരു നാഴി അരിയെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് കൊടുക്കണം. എൻ്റെ വീട്ടിൽ ഒരു ചക്ക ഉണ്ടെങ്കിൽ, എൻ്റെ വീട്ടിൽ ഒരു മാങ്ങ ഉണ്ടെങ്കിൽ, ഞാൻ ഒരു നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ ഒരു വിഹിതമെങ്കിൽ, അതാണ്. അല്ലാണ്ട് ഇവിടെ സംഖ്യയുടെ മൂല്യമല്ല, സംഖ്യ എന്ന് വെച്ചാൽ പണം, അതിൻ്റെ മൂല്യമല്ല. എന്താണോ എൻ്റെ കയ്യിലുള്ളത് ഞാൻ അതെന്ത് ചെയ്യണം, ദാനം കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താണ്, ബ്രഹ്മഹത്യാ പാപം എനിക്കുണ്ടാകും. ചിലപ്പോൾ അവർ ചോദിക്കില്ല, അവരാവശ്യപ്പെടില്ലായിരിക്കാം. ചിലപ്പോൾ നാം കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് ഒരു പ്രയോജനവും ഇല്ലാത്തതായിരിക്കാം. ഞാൻ ഒരു മാങ്ങ കൊണ്ട് കൊടുത്തു, പണ്ടൊക്കെ അങ്ങനെയായിരുന്നല്ലോ ഗുരുകുലത്തിൽ. പക്ഷെ ഞാൻ കൊടുക്കുന്ന ഗുരുനാഥൻ മാങ്ങ കഴിക്കാത്ത ആളാണെങ്കിൽ സാരമില്ല, എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ ഗുരു, അങ്ങിത് സ്വീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, ബ്രഹ്മഹത്യാ പാപം. എന്നിട്ട് ബ്രഹ്മഹത്യാ പാപത്തിൻ്റെ അവിടെ ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ, ബ്രഹ്മ രാക്ഷസാദി യോനി ജനനം. ഇനിയുള്ള ജന്മം എനിക്ക് എന്താണ്, ബ്രഹ്മരാക്ഷസാദി യോനിയിൽ ജനിക്കും. ഇത് ധർമ്മപുരാണത്തിൽ പറയുന്നതാണ് കേട്ടോ. ഭഗവാൻ ശങ്കരാചാര്യസ്വാമികൾ അതിൽ നിന്നും എടുത്തിരിക്കുകയാണ്, പറയുകയാണ്. എന്തറിവ് നേടിയാലും നമ്മൾ യൂട്യൂബിലൊക്കെ എന്തൊക്കെയാണ് കേൾക്കുന്നത് അല്ലേ, നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പോഴത്തെ കാലത്ത് വളരെ എളുപ്പമാണ്, നമുക്ക് കുക്കിംഗ് വീഡിയോ ഒക്കെ കാണാം, നമുക്കറിയാത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ഒരു അറിവാണ് അല്ലേ. നമ്മൾ എന്തെല്ലാമാണ്. ഗൂഗിളിന് എന്ത് ദാനമാണ് നമ്മൾ കൊടുക്കുക അല്ലേ. എളുപ്പമല്ല ഇപ്പോഴത്തെ കാലത്ത് ദാനം കൊടുക്കുക എന്നുള്ളത്. പക്ഷേ നമ്മളിത് അറിഞ്ഞിരിക്കണം. കാരണം എന്താണ്, ധർമ്മത്തിലൂടെ നമുക്ക് മോക്ഷത്തെ പ്രാപിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ധർമ്മം അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടി പറയുകയാണ്. എന്താണ് അവർക്ക് ഫലം, ബ്രഹ്മ രാക്ഷസാദി യോനി. അതായത് ഇനിയൊരു ജന്മം അവർക്ക് ശരീരം കിട്ടാണ്ട് അവർ സൂക്ഷ്മ ശരീരങ്ങളായി, അതിനെയാണ് സൂക്ഷ്മ ശരീരത്തിനെയാണ് പ്രേതയോനി എന്ന് പറയുന്നത്, രാക്ഷസ യോനികളായിട്ട് അവർക്ക് അലഞ്ഞു നടക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് മനസ്സറിഞ്ഞ് നമുക്ക് എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതിനെ നമ്മൾ കൊടുക്കുക വേണം. അത് ഇവിടെ ജനക മഹാരാജാവ് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ആ കഥയിലേക്ക് എത്തുമ്പം നമ്മൾ പഠിക്കും. അദ്ദേഹം സർവ്വത്തിനെയും ദാനം ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അദ്ദേഹത്തിനെ തേടി സമ്പത്ത് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ എന്തു കൊടുക്കുന്നോ, ധർമ്മത്തോടുകൂടി പൂർണ്ണ മനസ്സോടുകൂടി കൊടുക്കുന്നോ, അതിൻ്റെ ഇരട്ടി നമ്മളെ തേടി വരും. അത് വിത്തമായിക്കോട്ടെ, മറ്റ് ഭൗതിക നേട്ടങ്ങളായിക്കോട്ടെ, നമ്മളെ തേടി വരും. അത് ജനക മഹാരാജാവ് കാണിച്ചു തരികയാണ്. അദ്ദേഹം 1000 പശുക്കളെ 10,000 പശുക്കളെ കൊടുക്കും. അതിൻ്റെ 1,00,000 പശുക്കളെ അദ്ദേഹത്തിൻ്റെ ഗോശാലയിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ മഹിമയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. എന്താണ്, ദാനമഹിമാ വർണ്ണന. ഇനി മൂന്നാമത്തെ പോയിന്റ് എഴുതിക്കോളൂ. എന്തിനു വേണ്ടിയാണ് കഥ, അതിൻ്റെ തേർഡ് റീസൺ. വിധിവത് സംയോഗഃ. വിധിവത് സംയോഗഃ പ്രജ്ഞാ വൃത്തിഹേതുഃ. വിധിവത് സംയോഗഃ പ്രജ്ഞാ വൃത്തിഹേതുഃ.
മൂന്നാമത്തെ എന്താണമ്മ പറഞ്ഞത്? വിധിവത് വിധിവത് സംയോഗഃ. വിധിവത് സംയോഗഃ പ്രജ്ഞാവൃത്തിഹേതുഃ. എന്തിനു വേണ്ടിയാണ് ഈ കഥ എന്ന് പറയുകയാണ്. മൂന്നാമത്തെ കാരണം എന്താണ്? ജ്ഞാനികളുടെ സംഗമം. ജ്ഞാനികളുടെ സംഗമം, അതാണ് വിധിവത് സംയോഗം എന്ന് പറയുന്നത്. ഇപ്പം അനേകം ജ്ഞാനികൾ, നമ്മൾ പറഞ്ഞില്ലേ 8 പേര് തർക്കിക്കാനായിട്ട് വരികയാണ് യാജ്ഞവൽക്യ മഹർഷി. അങ്ങനെ അനേകം പണ്ഡിതന്മാർ ചേരുന്നതാണ് വിദ്വത് സഭ. അപ്പോൾ ഈ വിദ്വത് സഭയിൽ പല പല അറിവുകളുള്ള ജ്ഞാനികളുണ്ട്. ഇവിടെ ജ്ഞാനി എന്ന് വെച്ചാൽ ബ്രഹ്മവിദ്യാജ്ഞാനിയല്ല കേട്ടോ, പണ്ഡിതൻ എന്നുള്ള അർത്ഥമാണ്. അങ്ങനെ ഈ ജ്ഞാനികളുടെ സംഗമം എന്ന് വെച്ചാൽ കൂടിച്ചേരൽ. ആ ജ്ഞാനികളുടെ സംഗമം ആ ദേശത്തിനെ പവിത്രമാക്കും. ഇപ്പം വിദേഹ രാജാവ്, ജനക മഹാരാജാവ് ജനകസഭയിലാണ് വിദ്വത്സഭ നടത്തുന്നത്. അപ്പോൾ എന്താണ്? ആ ജനകദേശത്തിനാണ്, വിദേഹ രാജ്യത്തിനാണ് അതിൻ്റെ പുണ്യമുണ്ടാകുന്നത്. അപ്പം ആ പുണ്യത്തിന് വേണ്ടിയാണ് ഒന്നാമത്തെ കാരണം ഈ ജനക മഹാരാജാവ് ജനകസഭയിൽ ഈ വിദ്വത്സഭ നടത്തുന്നത്. വിദ്വത്സഭ എന്ന് വെച്ചാൽ പണ്ഡിത സഭ നടത്തുന്നത്. അപ്പോൾ ആരാ പണ്ഡിത സഭയിലേക്ക് പോകുന്നുവോ, നമുക്കൊന്നും അറിയില്ല, എനിക്ക് ഒരു അറിവുമില്ല, പക്ഷേ ഞാൻ വിദ്വത്സഭ കാണാൻ പോവുകയാണ്. നിങ്ങൾ ശൃംഗേരിയിലൊക്കെ പോയാൽ കാണാം, അവിടെ പൗർണമിക്ക് അമാവാസ്യ ദിവസങ്ങളിൽ അനധ്യായ ദിനങ്ങളിലൊക്കെ വിദ്വത്സഭകൾ നടക്കുന്നുണ്ട് ഇപ്പോഴും. ഇവിടെ ഇപ്പം നമ്മുടെ ഞാൻ പഠിക്കുന്ന ബ്രഹ്മവിദ്യാപീഠത്തിലും ഒക്കെ അനധ്യായ ദിവസങ്ങളുണ്ട്. അതായത് മാസത്തിൽ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളുണ്ട്. ഒന്ന് അമാവാസി, ഒന്ന് പൗർണമി, പിന്നെ ഒന്ന് അഷ്ടമി. അങ്ങനെ വരുമ്പം മാസത്തിൽ 2 പൗർണമി വന്നു, മാസത്തിൽ 2 അമാവാസി വന്നു, 2 അഷ്ടമി വന്നു, പിന്നെ പ്രാതിപദ അതിനും അവധിയാണ്. അങ്ങനെ 8 ദിവസം നമുക്ക് ഗുരുകുലത്തിൽ അനധ്യായമാണ്. അനധ്യായം എന്ന് വെച്ചാൽ ക്ലാസ് ഇല്ലാത്ത ദിവസം. അപ്പം അന്നൊക്കെ എന്ത് ചെയ്യും? വിദ്വത്സഭ നടത്തും. നമുക്കൊന്നും അറിയില്ല, എങ്കിലും പോയിരിക്കും. സ്വാമിജി ഓരോ ചോദ്യങ്ങൾ ചോദിക്കും, നമ്മളൊക്കെ അറിയാവുന്ന ഉത്തരം പറയും. തെറ്റാണെങ്കിൽ അദ്ദേഹം തിരുത്തി തരും. പിന്നെ സംശയങ്ങൾ ചോദിക്കും. ഇത് ഗുരുകുല സമ്പ്രദായ രീതി ഇങ്ങനെയാണ്. അപ്പം അതെന്തിനു വേണ്ടി? നമുക്കറിയില്ലെങ്കിലും നമ്മൾ പോയിരിക്കുക. കാരണം എന്താണ്? അവിടെ ഗുരുനാഥനുണ്ടാകും, പിന്നെ മറ്റ് പണ്ഡിതന്മാരൊക്കെ ഉണ്ടാകും. മഹാമണ്ഡലേശ്വരൊക്കെ വരും ചിലപ്പോൾ, ചില പൗർണമി ദിവസമൊക്കെ ഷഡ്ദർശനാചാര്യന്മാരൊക്കെ ജോഷിമഠിൽ നിന്ന്, ജ്യോതിർമഠം ഉണ്ടല്ലോ, ഇവിടുന്ന് ഒരു 100-150 കിലോമീറ്റർ പോയ ജ്യോതിർമഠമുണ്ട്. അവിടുത്തെ ആചാര്യസ്വാമികൾ വരും. എപ്പോഴും വരില്ല, അദ്ദേഹത്തിന് തിരക്കാണ്, എങ്കിലും ചില സന്ദർഭങ്ങളിൽ വരും. അപ്പോൾ എന്താണ്? അങ്ങനെയുള്ള മഹാത്മാക്കളുടെയൊക്കെ സംഗമമാണ്, നമുക്ക് കാണാം. അവരുടെ സാന്നിധ്യം പോലും നമുക്ക് പുണ്യമാണ്. അപ്പം അതിനു വേണ്ടി ജനക മഹാരാജാവിൻ്റെ ജനകസഭയിൽ എന്താണ്? ഈ പണ്ഡിതന്മാരൊക്കെ വരികയാണ്. അപ്പോൾ എന്താണ്? ആ ഋഷി സംഗമം എന്ന് പറയുന്നത് പോലും ആ രാജ്യത്തെ പുണ്യമാണ്. അപ്പോൾ അതിനു വേണ്ടി ഒന്നാമത്തെ കാര്യം. പിന്നെ എന്താണ്? നമ്മളുടെ അറിവിൻ്റെ ആ പരിമിതി നമ്മൾക്ക് മനസ്സിലാവും. ശ്രദ്ധിക്കണേ, എന്തിനു വേണ്ടി ഞാൻ സത്സംഗത്തിന് പോകണം, എന്തിനു വേണ്ടി ഞാൻ വിദ്വത്സഭയിൽ പങ്കെടുക്കണം? അപ്പം നമുക്ക് മനസ്സിലാകും, അയ്യോ എനിക്കിതൊന്നും അറിയില്ലല്ലോ. ഞാൻ വിചാരിക്കുമോ, അല്ലെങ്കിൽ ഞാൻ ബൃഹദാരണ്യകം വരെ പഠിച്ച് ഞാൻ ബ്രഹ്മസൂത്രം പഠിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് അതറിയാം ഇതറിയാം, എന്തെല്ലാം ഭാവങ്ങളാണല്ലേ. ഈ നല്ലതായിട്ട് പാരായണം ചെയ്യാനറിയാം, എന്തൊക്കെയാണോ നമ്മുടെ ഈഗോ. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. നമ്മൾ തന്നെ ആത്മപരിശോധന ചെയ്യുക. ഒന്നുമല്ല എന്ന് നമുക്ക് ഈ വിദ്വത്സഭയിൽ പോകുമ്പോൾ മനസ്സിലാകും. കാരണം അനേകം കാലത്തെ അഭ്യാസം കൊണ്ട് സർവ്വവേദങ്ങളും അറിയാവുന്നവരുണ്ടാകും. ത്രിപാഠികൾ വരും, ഘനപാഠികൾ വരും, ചതുർപാഠികൾ വരും. ഒരുപാട് അറിയാവുന്ന ശാഖകളിലുള്ള അനേകം പണ്ഡിതന്മാർ. അപ്പോഴെന്താണ്? നമുക്ക് മനസ്സിലാകും എൻ്റെ അറിവിൻ്റെ പരിമിതി. ഇപ്പം ജനക മഹാരാജാവ് അദ്ദേഹം വലിയൊരു മഹാത്മാവായിരുന്നു. അപ്പം അദ്ദേഹം എന്തിനാണ് ഇത് നടത്തുമ്പോൾ? ഒന്ന് സത്സംഗം കേൾക്കാൻ, മറ്റൊന്ന് പുണ്യത്തിന് വേണ്ടി, മറ്റൊരു കാരണം എന്താണ്? അദ്ദേഹത്തിന് തന്നെ
ആത്മപരിശോധന നടത്തുക. അയ്യോ, എൻ്റെ അറിവ് എത്രമാത്രം പരിമിതമാണ്. അപ്പോൾ നമുക്ക് അഹങ്കാരം ഇല്ലാണ്ടാകും. അഹങ്കാരം കുറയുന്നിടത്ത് പുണ്യമുണ്ടാകും. ആ പുണ്യം നമ്മളെ മോക്ഷത്തിലേക്ക് സഹായിക്കും. അപ്പം അതാണ് മറ്റൊരു കാരണം. അപ്പം എന്തൊക്കെയാണ് കാരണങ്ങൾ? വിധിവത് സംയോഗ പ്രജ്ഞാവൃത്തി ഹേതു. വിധിവത് സംയോഗം, ഈ മഹാത്മാക്കളുടെയൊക്കെ സംയോഗം നമുക്ക് ഇന്ന കാരണങ്ങൾക്കാൽ പുണ്യത്തെ നേടിത്തരും, നമ്മളുടെ അറിവിനെ. ഇനി നാലാമത്തെ കാരണം നമ്മളുടെ പ്രജ്ഞാവൃത്തി ഹേതും നമ്മൾ എഴുതിയില്ലേ, എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ അറിവിനെ വളർത്തുവാൻ സഹായിക്കും. ഏത് പ്രായം ആയിക്കോട്ടെ, ഞാൻ 10 വയസ്സിൽ പോയിക്കോട്ടെ, ഞാൻ 60 വയസ്സിൽ പോയിക്കോട്ടെ, എന്താണ്? എൻ്റെ അറിവ് അവിടെ വളരുകയാണ് അല്ലേ? സത്സംഗത്തിന് ഇപ്പം നമ്മൾ വിദ്വത്സഭയൊന്നും കണ്ടിട്ടില്ലാത്തവർ അതിനെക്കുറിച്ച് വിട്ടേര്, നമ്മൾ സത്സംഗത്തിന് പോകാറില്ലേ? അത്രയും ആലോചിച്ചാൽ മതി. അപ്പോൾ അവിടെ എന്താണ്? എൻ്റെ അറിവാണ് അവിടെ വളരുക. അപ്പം അതുകൊണ്ട് എന്താണ് ജനക മഹാരാജാവ് ഈ വിദ്വത്സഭ കാലാകാലങ്ങളായി നടത്തുന്നത്? അത് കണ്ണ് നമ്മളെ ഈ ആഖ്യായിക പറഞ്ഞു തരുന്നത്. ഇനി അടുത്ത പോയിന്റ്, നാലാമത്തെ പോയിന്റ്, കാരണം. എന്തിനു വേണ്ടിയാണ് ഈ കഥ? അതിൻ്റെ 4th റീസൺ, ആത്മപരിശോധനാർത്ഥം. ആത്മപരിശോധനാർത്ഥം അവനവനെ തന്നെ ആത്മപരിശോധന നടത്തുവാനായി. സെൽഫ് വാലിഡേഷൻ, ഇംഗ്ലീഷിൽ പറഞ്ഞ സെൽഫ് വാലിഡേഷൻ. നമുക്ക് തന്നെ ഈ കഥ കേട്ട് കഴിയുമ്പോൾ ഒരുപാട് പേര് യാജ്ഞവൽക്യ മഹർഷിയുടെ അടുത്ത് തർക്കിക്കാൻ വരും. അവരൊക്കെ തോറ്റു പിന്മാറുന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഈ കഥയിലൂടെ നമുക്ക് തന്നെ, ആരാണോ ഈ കഥ കേൾക്കുന്ന നാമാകുന്ന വിദ്യാർത്ഥികൾക്ക് നമുക്ക് തന്നെ ഒരു ആത്മപരിശോധന നടത്താൻ സാധിക്കും. എനിക്ക് എത്രമാത്രം അറിവുണ്ട്, എൻ്റെ മുന്നിലിരിക്കുന്ന മഹാഗുരുവായ യാജ്ഞവൽക്യ മഹർഷി ആര് എന്ന് എനിക്ക് ആത്മപരിശോധന നടത്താൻ കാരണം നമ്മൾ യാജ്ഞവൽക്യ മഹർഷിയെ കണ്ടിട്ടില്ല, ഈ കഥകളിലൂടെ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പം മഹാഗുരുവിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇവരെയൊക്കെ ഖണ്ഡനം ചെയ്ത് ഒരുപാട് പേര് ഇതെന്തിനു പറയുന്നു എന്ന് വെച്ചാൽ, ഒരുപാട് പേര് യാജ്ഞവൽക്യ മഹർഷിയെ ഇപ്പോഴും മോശം പറയുന്നവരുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, ഇപ്പോഴും പറയുന്നുണ്ട്. കാരണം വൈശമ്പായന മഹർഷിയെ സഹായിച്ചില്ലല്ലോ, ഗുരുവല്ലേ, ഗുരുവിനെ എതിർത്ത് പറഞ്ഞില്ലേ. ഗുരു എങ്ങനെയുള്ള ആളാണെങ്കിൽ നമ്മൾ ഗുരുവിനെ സഹായിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഗുരുവിനെ എതിർത്തിട്ട് യാജ്ഞവൽക്യ മഹർഷി പോയില്ലേ. അതുമാത്രമല്ല, ഓൾറെഡി ശ്രദ്ധിക്കണേ, ഓൾറെഡി വൈശമ്പായന മഹർഷിയുടെ ശിഷ്യന്മാരായിരുന്നവർ വൈശമ്പായന മഹർഷിയെ ഇട്ടിട്ട് യാജ്ഞവൽക്യ മഹർഷിയുടെ കൂടെ പോയി. കുറേ പേര് ഗുരുനാഥൻ ഗുരുകുലം വിട്ടപ്പോഴും ആ ഗുരുകുലത്തിൽ നിന്നും വിട്ടുപോയി യാജ്ഞവൽക്യ. ഇപ്പോഴും ഉണ്ട് കേട്ടോ അങ്ങനെ, നിങ്ങൾക്ക് ഇപ്പോഴും കാണാം. ഗുരുനാഥൻ ആശ്രമം വിട്ടോ നമ്മളൊക്കെ ഗുരുവിൻ്റെ കൂടെ പോകും. അങ്ങനെയാണ് ഇപ്പോഴും കാണാം അങ്ങനത്തെ സംഭവം. അത് യാജ്ഞവൽക്യ മഹർഷിയുടെ കാലത്ത് ത്രേതായുഗത്തിലും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, നാളെ ഉണ്ടാകും. അങ്ങനെ ആ ഗുരുവിലുള്ള ശ്രദ്ധ. അപ്പം അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? യാജ്ഞവൽക്യ മഹർഷി പറയണ്ടേ, അയ്യോ നിങ്ങളുടെ ഗുരു ഞാനല്ല, വൈശമ്പായന മഹർഷിയാണ്, നിങ്ങൾ എൻ്റെ കൂടെ വരരുത്, നിങ്ങൾ ഇവിടെ തന്നെ നിന്നു, ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് ഒറ്റയ്ക്കല്ലല്ലോ പോയത് അല്ലേ. നമ്മൾ ഇന്നലെ കണ്ടിരുന്നു, യാജ്ഞവൽക്യ മഹർഷി പോയി ഗുരുകുലം തുടങ്ങി, തിത്തിരി പക്ഷികളുടെ രൂപത്തിൽ കൊത്തിയെടുത്ത്, അങ്ങനെയാണല്ലോ ശുക്ലയജുർവേദ ശാഖ ഉണ്ടായത്. അങ്ങനെ പുതിയ ശാഖ തുടങ്ങി. അഹങ്കാരിയാണ് യാജ്ഞവൽക്യ മഹർഷി എന്ന് പറയുന്ന ഇപ്പോഴും അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പം അതൊന്നുമല്ല, യാജ്ഞവൽക്യ മഹർഷി യഥാർത്ഥത്തിൽ ആരെന്ന് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാകും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്നത് ബൃഹദാരണ്യ ഉപനിഷത്തിൻ്റെ നമ്മുടെ ഗുരുനാഥനായ യാജ്ഞവൽക്യ മഹർഷി ആരെന്ന്
നമുക്ക് തന്നെ തിരിച്ചറിയാൻ വേണ്ടിയും ഈ കഥ സഹായിക്കും. അതാണ് ആത്മപരിശോധനാർത്ഥം. നാം നമ്മളെ തന്നെ പരിശോധന ചെയ്യുവാനായിക്കൊണ്ട്, മഹാഗുരുവിനെ ലഭിച്ചതിൻ്റെ കൃതാർത്ഥത മനസ്സിലാക്കുവാനായിക്കൊണ്ട് ഈ കഥ നമ്മളെ സഹായിക്കും. അങ്ങനെയാണ് കഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഇനിയും ഒരു കാര്യം കൂടെ പറയുകയാണ്, ദയവായി ഏവരും എഴുതിയെടുക്കുക. അതും കൂടെ ഉപോദ്ഘാതത്തിൽ ഇത്രയും പറഞ്ഞിട്ടാണ് ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികൾ തൻ്റെ ഭാഷ്യം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ബൃഹദാരണ്യം പഠിക്കുക? അതുകൊണ്ട് അതുകൂടെ എഴുതിക്കോളൂ. എങ്ങനെ വേണം ബ്രഹ്മവിദ്യ നേടേണ്ടത്? എങ്ങനെ വേണം ബ്രഹ്മവിദ്യ നേടേണ്ടത് നമ്മളോട് പറയുകയാണ്. നമ്മൾ ബ്രഹ്മവിദ്യ നേടാൻ പോവുകയാണ് യാജ്ഞവൽക്യ മഹർഷിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആഖ്യായിക കേട്ടുകൊണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് ബ്രഹ്മവിദ്യ നേടേണ്ടത് എന്ന് ആചാര്യസ്വാമികൾ പറയുകയാണ്. അതൊരു ശ്ലോകമാണ്. ശ്ലോകം എഴുതിക്കോളൂ. ഗുരു ശുശ്രൂഷയാ വിദ്യ. അതിൻ്റെ അർത്ഥം ശ്ലോകം എഴുതിയിട്ട് നമുക്ക് പഠിക്കാം. ഹൗ ടു അറ്റൈൻ ബ്രഹ്മവിദ്യ അല്ലേ? എങ്ങനെയാണ് നമ്മൾ ബ്രഹ്മവിദ്യ നേടേണ്ടത്? അതിനുള്ള നേടിയെടുക്കേണ്ട ആശയങ്ങൾ പറഞ്ഞു തരികയാണ്. ഒന്നാമത്തെ എന്താണ്? ഗുരു ശുശ്രൂഷയാ വിദ്യ. ഗുരു ശുശ്രൂഷയാ വിദ്യ. ശ്ലോകത്തിൻ്റെ അടുത്ത വരി പുഷ്കലേന ധനേന വാ. ഗുരു ശുശ്രൂഷയാ വിദ്യ പുഷ്കലേന ധനേന വാ. പുഷ്കലേന ധനേന വാ. അഥവാ വിദ്യയാ വിദ്യ. അഥവാ വിദ്യയാ വിദ്യ. അഥവാ വിദ്യയാ വിദ്യ. അത് രണ്ടാമത്തെ പാദമാണ് കേട്ടോ. പറയാൻ മറന്നുപോയി, ക്ഷമിക്കണം. ഒന്നാമത്തെ പാദം അറിയാമല്ലോ അല്ലേ? 2 പാദങ്ങൾ ചേരുന്നതാണ് ഒരു ശ്ലോകം. ഒന്നാമത്തെ പാദം എന്ന് പറയുന്നത് ഗുരു ശുശ്രൂഷയാ വിദ്യ പുഷ്കലേന ധനേന വാ. അത് ഒന്നാമത്തെ പാദം. അവിടെ വിരാമം ഇടുക, ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇനി രണ്ടാമത്തെ പാദം, അതായത് രണ്ടാമത്തെ ലൈൻ, പാദം ലൈൻ, രണ്ടാമത്തെ ലൈൻ അഥവാ വിദ്യയാ വിദ്യ. അഥവാ വിദ്യയാ വിദ്യ ചതുർത്ഥം നൈവ കാരണം. ചതുർത്ഥം നൈവ കാരണം. ചതുർത്ഥം നൈവ കാരണം. ഒന്നുകൂടെ പറയാം. ഗുരു ശുശ്രൂഷയാ വിദ്യ പുഷ്കലേന ധനേന വാ. അഥവാ വിദ്യയാ വിദ്യ ചതുർത്ഥം നൈവ കാരണം. നിങ്ങൾ എഴുതിയെടുക്കുക, ഞാൻ പിന്നീട് അയച്ചു തരുന്നതായിരിക്കും. എഴുതിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. ഗുരു ശുശ്രൂഷയാ വിദ്യ പുഷ്കലേന ധനേന വാ. അഥവാ വിദ്യയാ വിദ്യ ചതുർത്ഥം നൈവ കാരണം. ഇത് കാണാണ്ട് പഠിക്കാൻ സാധിച്ചാൽ നല്ലത്. ഇല്ലെങ്കിൽ ദയവായി എവിടെയെങ്കിലും നിങ്ങളുടെ ചുമരിലോ എവിടെയെങ്കിലും എഴുതി വെക്കണം. കാരണം എങ്ങനെയാണ് വിദ്യ നേടേണ്ടത് അത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ഏത് വിദ്യ നേടിയിട്ടും നമുക്ക് ആവശ്യത്തിനത് ഉപകാരപ്പെടില്ല അല്ലേ? ഏകലവ്യൻ്റെ കഥയൊക്കെ നമുക്കറിയില്ലേ? കർണൻ്റെ കഥ നമുക്കറിയില്ലേ? ആവശ്യത്തിന് ഉപകാരപ്പെട്ടോ അത്? അപ്പോൾ നമ്മൾ അങ്ങനെ ആകരുത്. നമുക്ക് അത് സാഹചര്യത്തിന്, ഏതൊരു സാഹചര്യത്തിലാണോ ഈ വിദ്യ വേണ്ടത് ആ സമയത്ത് നമുക്ക് ഓർമ്മ വരണം, നമുക്കത് പ്രയോജനപ്പെടണം. അപ്പം ആ പ്രയോജനപ്പെടുത്തണമെങ്കിൽ, ജീവിതത്തിൽ അത് നമുക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഇങ്ങനെ വേണം ബ്രഹ്മവിദ്യയെ നേടാൻ എന്ന് ആചാര്യസ്വാമികൾ പറയുകയാണ്. ഒന്നുകൂടെ ചൊല്ലാം.
ഗുരുശുശ്രൂഷയാ വിദ്യ പുഷ്കലേന ധനേന വാ അഥവാ വിദ്യയാ വിദ്യ ചതുർത്ഥം നൈവ കാരണം. ഒന്നാമത്തെ കാരണം ഗുരു ശുശ്രൂഷയാ വിദ്യ. അതായത് ഹരിയോ ക്ഷമിക്കുക, എങ്ങനെയാണ് വിദ്യ നേടേണ്ടത്? ഗുരു ശുശ്രൂഷയാ വിദ്യ. അതായത് ഒന്നെങ്കിൽ ഗുരുവിനെ ശുശ്രൂഷ എന്ന് വെച്ചാൽ സേവ. ഗുരുവിനെ സേവിച്ച് വിദ്യ നേടണം. ഇപ്പം എൻ്റെ അടുത്ത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ, എൻ്റെ അടുത്ത് പൈസയൊന്നുമില്ല, ഗുരുവിന് കൊടുക്കാനായിട്ട് ഒന്നുമില്ല അല്ലേ. അപ്പം എനിക്ക് പക്ഷേ വിദ്യ വേണം, അറിവ് വേണം, പക്ഷേ എനിക്ക് തിരിച്ചു നൽകുവാനൊന്നുമില്ല. പക്ഷെ നമുക്ക് ശരീരമുണ്ടല്ലോ, മനസ്സുണ്ടല്ലോ, അതിനെ ഗുരുവിന് സമർപ്പിച്ചുകൊണ്ട് എന്തൊക്കെ സേവയാണ് ഗുരുനാഥന് ചെയ്യാൻ സാധിക്കുന്നത്, അശാരീരികമായിട്ടോ മാനസികമായിട്ട് പൂർണ്ണ മനസ്സോടുകൂടി എന്ത് ചെയ്യണം? ഗുരുവിന് സേവ ചെയ്യുക. അതാണ് എങ്ങനെ വിദ്യ നേടേണ്ട ഒന്നാമത്തെ കാരണം. എങ്ങനെ വേണം? ശാരീരികമാണ്, കായികമായിട്ടോ വാചികമായി മാനസികമായി ഇത്യാദികളിലൂടെ അല്ലേ. എന്തൊക്കെ ഇപ്പോൾ ആശ്രമത്തിൽ നമുക്ക് ഗോശാലയിലാണ് സേവ തരുന്നെങ്കിൽ ചെയ്യുക. അതുകൊണ്ടാണ് ബ്രഹ്മചര്യ കാലത്തിൽ നമുക്ക് സേവയാണ് ബ്രഹ്മചാരിക്ക് വിധിച്ചിരിക്കുന്നത്. കാരണം എന്താ? ബ്രഹ്മചാരിയുടെ കയ്യിൽ, വിദ്യാർത്ഥികളുടെ കയ്യിൽ ഒന്നുമില്ല അല്ലേ. നമ്മൾ വീട് വിട്ട് വന്ന് ഒന്നും നമുക്ക് നമ്മുടെ കയ്യിൽ ബാങ്ക് ബാലൻസ് ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് എന്താണോ ഗുരുകുലത്തിന് ആവശ്യമായ രീതി, ഗുരുനാഥൻ എന്ത് സേവയാണ് പറയുന്നത് അത് ചെയ്യുക അല്ലേ. അല്ലാണ്ട് എനിക്കിഷ്ടമുള്ള സേവയല്ല, എനിക്കിപ്പോൾ ഗുരുനാഥന് ഭക്ഷണം കൊടുക്കലാണ് എനിക്കിഷ്ടമെങ്കിൽ അതല്ല. ഗുരുനാഥൻ നമ്മളോട് പറയുകയാണ്, ഇല്ല നിനക്ക് കൃഷിയാണ് ഒരു മാസത്തെ സേവ എന്ന് പറഞ്ഞാൽ അത് ചെയ്യുക. എന്താണോ ഗുരു പറയുന്ന സേവ അത് നമ്മളാൽ ചെയ്യുക. അല്ലെങ്കിൽ ഗുരുകുലത്തിൽ വസിക്കരുത്, അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ പഠിക്കരുത്. നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണം. അതാണ് ഒന്നാമത്തെ കാരണം, ഗുരു ശുശ്രൂഷയ വിദ്യ. രണ്ടാമത്തത് പുഷ്കലേന. പുഷ്കലെന്ന് വെച്ചാൽ ടു ബി ഒബീഡിയൻ്റ് എന്നാണ്, അനുസരണശീലവാൻ. ഗുരുവിൽ അനുസരണമുള്ളവനായിരിക്കണം. അനുസരണശീലവാൻ. പുഷ്കലേന എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഒബീഡിയൻ്റ് ആയിരിക്കണം. എന്താണോ ഗുരുനാഥൻ പറയുന്നത് അത് ചെയ്യുവാനുള്ള പൂർണ്ണ മനസ്സ്. ഇതാണ് അനുസരണശീലം എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ. രാവിലെ 4 മണിക്ക് എഴുന്നേക്കാൻ പറഞ്ഞാൽ എഴുന്നേൽക്കുക, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരിക. ആ ഒരു ഭാവം. കാരണം ഇതൊക്കെ ഈഗോ നശിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അല്ലാണ്ട് ഗുരുനാഥന് നമ്മുടെ സേവ കൊണ്ടൊന്നുമില്ല. നമ്മൾ വരുന്നതിന് മുമ്പ് അവർ ജീവിച്ചിരുന്നു. നമ്മൾ ആശ്രമം വിട്ടു പോയാലും ഗുരുനാഥൻ ജീവിച്ചേ ഉള്ളൂ. നമ്മളെ കണ്ടിട്ടല്ല ഗുരുകുലം ഒന്നും ആരംഭിക്കുന്നത് മഹാത്മാക്കൾ അല്ലേ. പക്ഷെ നമ്മുടെ കടമയാണ് അനുസരണശീലമുള്ളവരാകാൻ അല്ലേ. അത് ചെയ്യ വേണം. അതാണ് പുഷ്കലേന, അനുസരണേന പുഷ്കലേന. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, എനിക്ക് അനുസരണയുണ്ടോ അല്ലേ എന്നുള്ള. പുഷ്കലേന. അടുത്തെന്താണ്? ധനേനവാ. ധനേനവാ. ധനേനവാ എന്ന് വെച്ചാൽ എന്താണ്? വിത്തത്തെ നൽകി വേണം വിദ്യയെ നേടാൻ. എന്ത് വിത്തമാണ് എൻ്റെ അടുത്തുള്ളത്? വിത്തമുണ്ടെങ്കിൽ അത് മാത്രമാണ് പറയുന്നത്. എൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ, വിത്തം എന്ന് വെച്ചാൽ സാമ്പത്തികം അല്ലേ. എൻ്റെ അടുത്ത് സാമ്പത്തികമുണ്ട്, ഞാനത് ധർമ്മത്തിലൂടെയാണ് നേടിയെടുത്തതെങ്കിൽ ആ സമ്പത്തിനെ എന്ത് ചെയ്യണം? നമ്മൾ ആരുടെ അടുത്തു നിന്നാണ് വിദ്യ നേടുന്നത് അവർക്ക് സമർപ്പിക്ക വേണം. ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ അല്ലേ. ഗുരുനാഥൻ പറയാറില്ലേ, ഇത്ര അഡ്മിഷൻ ഫീസ് അല്ലേ, ഇത്ര കോഷൻ ഡിപ്പോസിറ്റ് അല്ലേ, ഇത്ര മെയിൻ്റനൻസ് ചാർജ്, ഇത്ര എന്താ പറയുക ട്യൂഷൻ ഫീ, ഇങ്ങനെയൊന്നും ഗുരുനാഥൻ പറയാറില്ല.
എന്താണ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അതിനെ കൊടുക്കണം, ഇല്ലെങ്കിൽ കൊടുക്കുകയേ വേണ്ട. അങ്ങനെയുണ്ട്. ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക, ഇല്ലെങ്കിൽ കൊടുക്കരുത്. എങ്ങനെയുള്ള ധനമായിരിക്കണം? ധർമ്മസമ്പാദനാർത്ഥം, ധർമ്മത്തിലൂടെ ആർജിച്ച സമ്പത്തിനെ വേണം നമ്മൾ അറിവ് നേടുന്ന വ്യക്തിക്ക് സമർപ്പിക്കേണ്ടത്. അത് പറയും. അടുത്തത്, ഇതൊന്നുമില്ല എൻ്റെ അടുത്ത്, എനിക്ക് സേവ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പേരുണ്ട് ശാരീരികമായ ബുദ്ധിമുട്ടുകളുള്ളതല്ലേ. അപ്പോൾ അവർക്ക് സേവയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചോ. അവർക്ക് ശാരീരികമായ അതിനില്ല, അപ്പോൾ അവർക്ക് ധനവും ഇല്ല, ഇതൊന്നും കൊടുക്കും. അപ്പോൾ പക്ഷെ അനുസരണശീലം നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. പിന്നെ ഇതൊന്നുമില്ലെങ്കിൽ എനിക്കിതൊന്നും പറ്റില്ല. അപ്പം നാലാമത്തെ പറയുകയാണ് അഥവാ വിദ്യയാ വിദ്യ എന്ന് വെച്ചാൽ എനിക്കറിയാവുന്ന വിദ്യയെ കൊടുത്തിട്ട് എനിക്ക് നേടേണ്ട വിദ്യയെ നേടുക. നമ്മൾ പറയില്ലേ ബാർട്ടർ സമ്പ്രദായമൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചില്ലേ, അത് തന്നെ. അതാണ് എനിക്ക് അറിയാവുന്ന വിദ്യയെ നൽകിയിട്ട് എനിക്ക് അറിയാൻ വയ്യാത്ത വിദ്യയെ ഇങ്ങോട്ട് വാങ്ങുക. അതൊരു ഓപ്ഷനാണ് അല്ലേ. ഇപ്പം എനിക്ക് ജ്യോതിഷം അറിയാം അല്ലേ, എനിക്ക് തർക്കമാണ് പഠിക്കേണ്ടത് എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എനിക്കറിയാവുന്ന ജ്യോതിഷത്തിനെ പറഞ്ഞു കൊടുത്തിട്ട് എനിക്കറിയാത്ത തർക്കശാസ്ത്രത്തിനെ ഞാൻ പഠിക്കുക. അത് അല്ലേ. എനിക്ക് ജീവശാസ്ത്രം അറിയാമെങ്കിൽ ജീവശാസ്ത്രം പറഞ്ഞു കൊടുത്തിട്ട് എനിക്ക് ഗണിതശാസ്ത്രം അറിയില്ലെങ്കിൽ ഗണിതശാസ്ത്രം പഠിക്കുക അല്ലേ. അത് എനിക്കറിയാവുന്ന വിദ്യയെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട്, പക്ഷേ അത് എനിക്കിതറിയാം നിങ്ങളിത് പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോകരുത്. അത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നയാൾക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണം. അവർക്ക് ആവശ്യമില്ലെങ്കിൽ വെറുതെ പറഞ്ഞു കൊടുക്കരുത്. അപ്പം ഇതൊരു ഓപ്ഷൻ പറയുകയാണ്. നമുക്ക് നമ്മുടെ അടുത്ത് സാമ്പത്തികം ഇല്ല, നമ്മുടെ അടുത്ത് ഗുരുസേവ ചെയ്യുവാനുള്ള ശാരീരികമായ സ്ഥിതികളില്ല എങ്കിൽ ഈ രീതിയിൽ, അതായത് വെറുതെ ഒന്നും വാങ്ങരുത്, അതാണ് ഉദ്ദേശിക്കുന്നത്. അതെന്ത് ചെയ്യും? നമുക്ക് എന്തുണ്ടാകും? ബ്രഹ്മ രാക്ഷസാദി യോനിപ്രാപ്തി ഉണ്ടാക്കും. അതുകൊണ്ട് ആ പാപം നമ്മളിപ്പോൾ അറിഞ്ഞു, അതുകൊണ്ട് ആ പാപം വരാണ്ടിരിക്കാനായിട്ട് ഈ രീതിയിലെ ഏതറിവിനെയും നേടാവൂ എന്ന്. നമ്മുടെ ആശ്രമത്തിൽ ഒരാൾ വന്നേ, വാനപ്രസ്ഥയായിട്ട് ഈയിടെ നമ്മുടെ ഗുരുപൂർണിമയ്ക്ക് വാനപ്രസ്ഥ ദീക്ഷ ഉണ്ടായിരുന്നു ആശ്രമത്തിൽ. അപ്പം ഒരു മലയാളിയാണ് അദ്ദേഹം, ഒറ്റപ്പാലംകാരനാണ്. അപ്പോൾ അദ്ദേഹം എവിടെയായിരുന്നു, വെസ്റ്റ് ഇൻഡീസിൽ എവിടെയോ ജോലിയൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് 2 കുട്ടികളുണ്ട്. അവരുടെ എല്ലാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു മകനേ ഉള്ള അമ്മയ്ക്ക്, അമ്മയുടെ കാലമൊക്കെ കഴിഞ്ഞു. പിന്നെ ഭാര്യയില്ല. അപ്പോൾ 2 മക്കളും വലിയ മക്കളായി. അപ്പോൾ അദ്ദേഹത്തിന് ഇനി ഒറ്റയ്ക്കാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്ക് ഒറ്റയ്ക്ക് താല്പര്യമില്ല, അപ്പോൾ എന്ത് ചെയ്യണം? ആശ്രമത്തിൽ വന്ന് വാനപ്രസ്ഥ ദീക്ഷ വാങ്ങി. ഇപ്പോൾ 1 വർഷമായി ഇവിടെ താമസിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് സ്വാമിജി അദ്ദേഹത്തിനെയൊക്കെ എന്താ പറയുക, നമ്മൾ ഒബ്സർവ് ചെയ്യുമല്ലോ, എന്നിട്ട് കൊടുക്കാൻ പറ്റുന്ന ആളാണേലേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം 1 വർഷക്കാലമായി ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈയിടെ ഗുരുപൂർണിമയ്ക്ക് വാനപ്രസ്ഥ ദീക്ഷ കൊടുത്തു. അദ്ദേഹത്തിന് ഹാർട്ട് എത്രയോ ബ്ലോക്കുകളാണ്, ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു സേവയും ചെയ്യാൻ പറ്റില്ല. സാമ്പത്തികമായിട്ട് അത്ര ഇതില്ല, കാരണം അദ്ദേഹം സമ്പാദിച്ചത് മുഴുവൻ ഈ ആരോഗ്യത്തിൻ്റെ കാര്യങ്ങൾക്കായിട്ടെല്ലാം പോയി, ബാക്കിയുള്ളത് മക്കൾക്ക് കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊന്നുമില്ല, വേറെ അറിവുകളൊന്നും സ്വാമിജിക്ക് വേണ്ട. കാരണം നമ്മൾക്ക് എന്ത് അറിവാണ് ഗുരുനാഥന് പഠിപ്പിച്ചു കൊടുക്കാൻ മാത്രം എന്തറിവാണ് നമുക്കുള്ളത്? ഒന്നുമില്ല. അപ്പോൾ സ്വാമിജി പറഞ്ഞതാണ് ഈ ശ്ലോകം പറഞ്ഞ്, എന്നാണ് ഒറ്റ കാര്യം ചെയ്താൽ മതി, പുഷ്കലേന, അങ്ങ് അനുസരണ എന്താണ് പഠിക്കാൻ പറഞ്ഞത് അത് പഠിക്കുക. വാനപ്രസ്ഥ ദീക്ഷ കൊടുക്കുമ്പോൾ അവർക്ക് അനുഷ്ഠാനങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇന്ന മന്ത്രദീക്ഷ കൊടുക്കും, അപ്പോൾ ഇന്ന മന്ത്രം ജപിക്കാൻ ഇത്ര
ജപിക്കാൻ പറയും. അത് ചെയ്യാമല്ലോ. അദ്ദേഹം ഒരു ദിവസം എന്തോ 10 ഗുളികയോളം കഴിക്കുന്ന ആളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വിവേകാനന്ദ കേന്ദ്രത്തിൽ മരുന്നുകൾ ഫ്രീ ആണ്. അപ്പോൾ അവിടെ സ്വാമിജി വ്യവസ്ഥയാക്കി കൊടുത്തു. ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ ദീക്ഷ എടുത്തു. ആശ്രമത്തിൻ്റെ ഭാഗമാണ്. അപ്പം അദ്ദേഹത്തിന് മരുന്നിനുള്ള വ്യവസ്ഥയാക്കി കൊടുത്തു. അത് ഫ്രീ ആയിട്ട് കിട്ടും. ഇനി അദ്ദേഹം മരിക്കുന്ന കാലം വരെ മരുന്ന് ഫ്രീ ആണ്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഭക്ഷണം ഇവിടെ 2 നേരം ഭക്ഷണം ഉള്ളത്, 2 നേരം ഭക്ഷണം അതും അതിനുള്ള വ്യവസ്ഥയാക്കി കൊടുത്തു. കുടിയില്ല, റൂമിനുള്ള വ്യവസ്ഥയാക്കി കൊടുത്തു, എല്ലാം വ്യവസ്ഥയാക്കി കൊടുത്തു. അപ്പോൾ സ്വാമിജി പറഞ്ഞ ഒറ്റ കാര്യമാണ്, അങ്ങൊന്നും തിരിച്ചു തരണ്ട, അങ്ങ് എന്ത് ചെയ്യണം, കാരണം സേവ ചെയ്യാനുള്ള ആരോഗ്യമില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. എന്താണോ അനുഷ്ഠാനങ്ങൾ പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യുക. അപ്പം കാരണം ഇല്ലെങ്കിൽ എന്താണ്, നമുക്ക് പാപമുണ്ടാകും. നമ്മൾ എന്താണോ എന്തിനു വേണ്ടിയാണോ നമ്മൾ വന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് അതിൻ്റെ വിപരീത ഫലം വരും. അതുകൊണ്ട് നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന അനുസരണ എന്നുള്ള വാക്കിൻ്റെ അവിടെ ഇപ്പോൾ എന്തൊക്കെയായിരിക്കും, അനുഷ്ഠാനങ്ങൾ, ഉപാസനകൾ, എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നിഷ്കാമമായി നിഷ്ഠയോടുകൂടി ഈശ്വരാർപ്പണമായി ചെയ്യണം. ഇല്ലെങ്കിൽ ഏതറിവ് പഠിച്ചോട്ടെ, നമ്മൾ ഓൺലൈൻ ആയിക്കോട്ടെ, അല്ല ആശ്രമത്തിൽ താമസിച്ചായിക്കോട്ടെ, സന്യാസം കാവിയിട്ടായിക്കോട്ടെ, എന്ത് രീതിയിൽ നമ്മൾ പഠിച്ചാലും അതിന് ഫലമുണ്ടാകില്ല, നേരെ മറിച്ച് വിപരീത ഫലമായിരിക്കും. അതുകൊണ്ടാണ് ഈ പ്രാധാന്യം യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറയുന്നത്, ആചാര്യസ്വാമികൾ തൻ്റെ ഉപോദ്ഘാതത്തിൽ ഇത് പറയുന്നത്. ബാക്കി നമുക്ക് നാളെ കാണാം. നാളെ മുതൽ മന്ത്രം തുടങ്ങാം. നിങ്ങൾ വിചാരിക്കരുത് അയ്യോ എത്ര ദിവസമായി എന്തുകൊണ്ടാണ് തുടങ്ങാത്തതെന്ന്. കാരണം ഇത് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. പിന്നെ ഒരു കാര്യഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.